കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13:14. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി അവർ ചെയ്യേണ്ടുന്നതിന് ഒരു മാതൃക കാണിച്ചു. ആതിഥ്യമര്യാദയുടെ ഭാഗമായി ആചരിച്ചിരുന്നതാണ് പാദം കഴുകൽ. ഉൽപ്പത്തി പുസ്തകം 18:4 അബ്രഹാം തൻ്റെ അടുക്കൽ വന്ന ദൈവപുരുഷന്മാരുടെ കാൽ കഴുകുവാൻ വെള്ളം കൊണ്ടുവരുന്നതായി പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം ശീമോൻ്റെ വീട്ടിൽ അതിഥിയായി ചെന്ന യേശുവിൻ്റെ കാൽ കഴുകുവാൻ വേണ്ട ആതിഥ്യമര്യാദ ശീമോൻ കാട്ടിയില്ല. വീട്ടിൽ വരുന്ന അതിഥികളുടെ കാൽ സാധാരണ കഴുകുന്നത് വീട്ടുടയവൻ്റെ അടിമകളാണ്. എന്നാൽ ഇവിടെ കർത്താവും ഗുരുവുമായ യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി വലിയ മാതൃക കാണിച്ചു. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് എന്തിനാണ്? മിസ്റ്റിക് കവിയായ ഖലീൽ ജിബ്രാൻ പറയുന്നത്, 1. പഴയ വഴിയുടെ ധൂളിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന്, 2. പുതിയ വഴിയിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടാകുന്നതിന്. 1. പഴയ വഴിയുടെ ധൂളിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന്. വിനയത്തെക്കുറിച്ചും താഴ്മയെക്കുറിച്ചും എത്രയൊക്കെ പറഞ്ഞിട്ടും ശിഷ്യന്മാർ ഇപ്പോഴും പഴയ വഴിയിൽ തന്നെയാണ്. തന്മൂലം വാക്കുകളിലൂടെ പറയാതെ പ്രവൃത്തിയിലൂടെ ശിഷ്യന്മാർക്ക് വിനയത്തിൻ്റെ മാതൃക കർത്താവ് കാണിച്ചു കൊടുത്തു. ശിഷ്യന്മാർ കുളിച്ചവരായിരുന്നുവെങ്കിലും അവരുടെ പാദങ്ങളിൽ ചെളി പറ്റിയിട്ടുണ്ട്. അവരുടെ കാലുകൾ വിശുദ്ധമാകേണ്ടിയിരിക്കുന്നു. പാദം കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. എന്നാൽ കാലുകൾ മാത്രം കഴുകി ഹൃദയം ശുദ്ധീകരിക്കാഞ്ഞ യൂദയിൽ സാത്താൻ കയറി. യേശു ഖണ്ഡം മുക്കി യൂദയ്ക്ക് കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 13:27 ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. നളൻ ദമയന്തി കഥ ഒന്ന് ശ്രദ്ധിക്കാം. നളൻ ദമയന്തി വിവാഹം കഴിഞ്ഞതോടെ കലി അവരുടെ ജീവിതം നശിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. നളന് ചൂതുകളിയിൽ ഭ്രമമുണ്ടായി. ഒരു ദിവസം ചൂതുകളി കഴിഞ്ഞ് വന്ന നളൻ സന്ധ്യ ആരാധനയ്ക്ക് വേണ്ടി ദേഹശുദ്ധി വരുത്തി. എന്നാൽ കാലുകൾ ശുചിയാക്കുമ്പോൾ ഉപ്പൂറ്റി നനഞ്ഞില്ല. അതുവഴിയാണ് കലി ആവേശിക്കുന്നത്. ചെറിയ അശ്രദ്ധയെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏറെക്കാലത്തേക്ക് വലിയ ദുരന്തമുണ്ടായി. ആരാധനയിലെ അശ്രദ്ധയും അശുദ്ധിയും പിശാചിന് കയറുവാൻ അവസരം ഉണ്ടാക്കും. എന്തായിരുന്നു ശിഷ്യന്മാരുടെ പഴയ വഴി? 1. തർക്കത്തിൻ്റെ വഴി. ലൂക്കോസിൻ്റെ സുവിശേഷം 22:24 തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെപ്പറ്റി ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി. ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ വലിയവൻ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷകനെപ്പോലെയും ആകട്ടെ എന്ന്. 2. സ്വാർത്ഥതയുടെ വഴി. യാക്കോബും യോഹന്നാനും യേശുവിനോട് ചോദിച്ചു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10:37 നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തുമിരിപ്പാൻ വരം നൽകണമെന്ന്. 3. നീരസത്തിൻ്റെ വഴി. മർക്കോസിന്റെ സുവിശേഷം 10:41 യാക്കോബിനോടും യോഹന്നാനോടും മറ്റു 10 ശിഷ്യന്മാർക്കും നീരസമുണ്ടായി എന്ന് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശുവിനെ ശമര്യക്കാർ കൈക്കൊള്ളാതിരുന്നപ്പോൾ യാക്കോബും യോഹന്നാനും യേശുവിനോട് പറഞ്ഞു, ഏലിയാവ് ചെയ്തതുപോലെ
തീയിറക്കി ശമര്യക്കാരെ നശിപ്പിക്കുവാൻ. തർക്കത്തിൻ്റെയും സ്വാർത്ഥതയുടെയും നീരസത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിച്ച ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി പഴയ വഴിയുടെ ധൂളിയിൽ നിന്നും യേശുതമ്പുരാൻ അവരെ മോചിപ്പിച്ചു. 2, പുതിയ വഴിയിലൂടെ നടക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടാക്കി. വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ എന്ന് യേശു പറഞ്ഞു. വിശുദ്ധ മർക്കോസിൻ്റെ വിശേഷം 10:43. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. യേശുക്രിസ്തു കാണിച്ചു കൊടുത്ത പുതിയ വഴി വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും വഴിയാണ്. സ്നേഹത്തിൽ അന്യോന്യം സേവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയാണ്. ഗലാത്യലേഖനം 5:13. ഇടുക്കമില്ലാത്ത വിശാല ഹൃദയത്തിൻ്റെ വഴി. 2 കൊരിന്ത്യർ 6:12. ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുന്ന വഴി. ഫിലിപ്പിലേഖനം 2:3. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. കൊലോസ്യലേഖനം 3:10. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള വഴി. യേശുക്രിസ്തുവിൽ യവനനെന്നോ യഹൂദനെന്നോ ബർബരനെന്നോ ദാസനെന്നോ ഇല്ല. ക്രിസ്തുവിൽ എല്ലാവരെയും ഒന്നായി കാണുവാൻ കഴിയണം. കൽകഴുകൽ ശുശ്രൂഷ ക്രിസ്തുവേശുവിലുള്ള അതേ ഭാവത്തിൽ നിറയുന്ന അനുഭവമാകണം. വിനയത്തിൻ്റെയും താഴ്മയുടെയും അനുഭവത്തിൽ നിറയുവാൻ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.